Hello everyone, welcome back to my channel. ഇന്ന് ഞാനിവിടെ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് CRM Infrastructure Design and Planning ആണ്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് generally what is CRM, CRM features, CRM benefits, CRM implementation, guidelines on implementing a CRM system, CRM implementation steps, and finally our topic CRM Infrastructure Design and Planning. So first let's see what is CRM or Customer Relationship Management. Customer Relationship Management is the process in which business or other organization administers its interaction with the customers, typically using data analysis to study large amount of information. CRM അഥവാ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ബിസിനസ്സോ ഒരു ഓർഗനൈസേഷനോ അതിൻ്റെ കസ്റ്റമേഴ്സുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അത് ഡേറ്റ അനാലിസിസ് യൂസ് ചെയ്തുകൊണ്ട് ലാർജ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ വെച്ചുകൊണ്ടുമാണ് ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. In simply we can say that CRM is a technology for managing all your company's relationship and interaction with the customers and potential customers. കസ്റ്റമേഴ്സും പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സും അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സുമായിട്ട് ഒരു കമ്പനിയുടെ റിലേഷൻഷിപ്പ് മാനേജ് ചെയ്യുന്ന ആ ഒരു ടെക്നോളജിയെ പറയുന്ന പേരാണ് CRM എന്ന് പറയുന്നത്. It refers to the principles, practices and guidelines that an organization follows when interacting with its customers. കസ്റ്റമേഴ്സുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഓർഗനൈസേഷൻ ഫോളോ ചെയ്യേണ്ട പ്രിൻസിപ്പിൾസ്, പ്രാക്ടീസസ് ആൻഡ് ഗൈഡ് ലൈൻസിനെ നമുക്ക് CRM എന്ന് പറയാം. So, this is CRM. Hope you understand well. Then, CRM features. What are the features of CRM? First one, it is a customer-oriented feature with the service response based on customers' input. കസ്റ്റമേഴ്സിൻ്റെ ഇൻപുട്ടിനനുസരിച്ച് അവർക്ക് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചർ. ദാറ്റ് ഈസ് കസ്റ്റമർ ഓറിയൻറ്റഡ് ആണ് CRM എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ടു വൺ സൊല്യൂഷൻ ടു കസ്റ്റമേഴ്സ് റിക്വയർമെൻറ്റ്. കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച്, അതായത് അവരുടെ ഓരോരോ ആവശ്യങ്ങൾക്കനുസരിച്ച് അതിന് ഓരോന്നിനും അതിൻ്റേതായ സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ ഡയറക്റ്റ് ഓൺലൈൻ കമ്മ്യൂണിക്കേഷൻ വിത്ത് കസ്റ്റമേഴ്സ് ആൻഡ് കസ്റ്റമർ സർവീസ് സെൻറ്റർ ദറ്റ് ഹെൽപ്പ് കസ്റ്റമേഴ്സ് ടു സോൾവ് ദർ ഇഷ്യൂസ്. എന്നാണ് ഓൺലൈൻ കമ്മ്യൂണിക്കേഷൻ, കസ്റ്റമറും കസ്റ്റമർ സർവീസ് സെൻറ്ററുമായിട്ടുള്ള ഓൺലൈൻ കമ്മ്യൂണിക്കേഷന് ഇത് സഹായിക്കുന്നു. അതിലൂടെ കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ പ്രശ്നങ്ങൾക്കൊക്കെ സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ സെയിൽസ് ഫോഴ്സ് ഓട്ടോമേഷൻ. ഇറ്റ് മീൻസ് ദ സെയിൽസ് പ്രൊമോഷൻ അനാലിസിസ്, ഓട്ടോമേറ്റ് ട്രാക്കിംഗ് ഓഫ് കസ്റ്റമേഴ്സ് ക്ലയൻറ്റ്സ്. എന്നാണ് അവരുടെ സെയിൽസുകൾ പ്രൊമോട്ട് ചെയ്യുക, സെയിൽസ് പ്രൊമോഷൻ അനലൈസ് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ ട്രാക്ക് ചെയ്യുക, അവരുടെ രീതികൾ എന്തൊക്കെയാണെന്നുള്ളത് ട്രാക്ക് ചെയ്യുക. ദെൻ യൂസ് ഓഫ് ഡേറ്റ വെയർഹൗസ് ടെക്നോളജി. ഡേറ്റ വെയർഹൗസ് ടെക്നോളജിയുടെ യൂസ്, ഇത് വേറൊരു ഫീച്ചറാണ്. ഇതെന്ത് ചെയ്യുന്നുണ്ട്, ഇറ്റ് ഈസ് അബൌട്ട് ഫോളോയിങ് ദ ടെക്നോളജി ട്രെൻഡ്സ് ആൻഡ് സ്കിൽസ് ഓഫ് വാല്യൂ ഡെലിവറിങ് യൂസിങ് ടെക്നോളജി ടു അഗ്രിഗേറ്റ് ട്രാൻസാക്ഷൻ ഇൻഫോർമേഷൻ ടു മെർജ് ദ ഇൻഫോർമേഷൻ വിത്ത് CRM പ്രോഡക്ട്സ്. ഇറ്റ് ജസ്റ്റ് അനദർ ഫീച്ചർ. ദെൻ ഓപ്പർച്യൂണിറ്റി മാനേജ്മെൻറ്റ്. ഈ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് കമ്പനിയെ അൺപ്രഡിക്റ്റബിൾ ഗ്രോത്തുകൾ മാനേജ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ദെൻ ഡെവലപ്പിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ക്ലയൻറ്റ്സ് റിലേഷൻഷിപ്പ്. ക്ലയൻറ്റുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യുകയും മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നു. ദെൻ ഇറ്റ് പ്രൊവൈഡ് എ വൈഡർ ഹോളിസ്റ്റിക് വ്യൂ ഓഫ് കസ്റ്റമർ ഫ്രം വൺ സ്ക്രീൻ ഫോർ എ യൂസർ. എന്താണ്, യൂസർക്ക് ഒറ്റ സ്ക്രീനിൽ നിന്ന് തന്നെ ഒരു ഹോളിസ്റ്റിക് വ്യൂ കസ്റ്റമേഴ്സിനെ പറ്റി കൊടുക്കുന്നു. സോ ദീസ് ആർ ദ ഫീച്ചേഴ്സ്. ദെൻ ലെറ്റ്സ് സീ CRM ബെനിഫിറ്റ്സ്. ഫസ്റ്റ് വൺ, ബെറ്റർ സർവീസസ് ടു കസ്റ്റമേഴ്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു CRM എന്ന് പറയുന്നത് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻ്റ് ആണ്. കസ്റ്റമേഴ്സുമായിട്ട് ഇൻട്രാക്റ്റിന് വേണ്ടിയിട്ടുള്ളതാണ്, അവർക്ക് സർവീസസ് പ്രൊവൈഡ് ചെയ്യാനാണ്. സോ ഇറ്റ്സ് ഫസ്റ്റ് ബെനിഫിറ്റ് ഈസ് ബെറ്റർ സർവീസസ് ടു കസ്റ്റമേഴ്സ്. കസ്റ്റമൈസേഷൻ ഓഫ് മാർക്കറ്റിംഗ് ഓഫറിംഗ്. എന്താണ്, മാർക്കറ്റിംഗ് ഓഫറിങ്സ് കൂടുതൽ കസ്റ്റമൈസ് ചെയ്യുക. ദെൻ റിഡക്ഷൻ ഇൻ കസ്റ്റമർ ഡിഫെക്ഷൻ റേറ്റ്. കസ്റ്റമേഴ്സിൻ്റെ ഡിഫെക്ഷൻ റേറ്റുകളൊക്കെ കുറയ്ക്കുക. ദെൻ ഇൻക്രീസ് ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് ഇൻ ലോങ് ടേം റിലേഷൻഷിപ്പ് വിത്ത് കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സുമായിട്ടുള്ള ആ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂട്ടാനും ഇംപ്രൂവ് ചെയ്യാനായിട്ടും പറ്റുന്നു. ദെൻ ഇൻക്രീസ് ഇൻ കസ്റ്റമർ ഇക്വിറ്റി. കസ്റ്റമേഴ്സിൻ്റെ ഇക്വിറ്റി കൂട്ടാനായിട്ട് സാധിക്കുന്നു. ദെൻ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്. എന്താണ്, മറ്റ് കമ്പനീസിനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാകും, കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടാകാനായിട്ട് CRM നമ്മളെ ഹെൽപ്പ് ചെയ്യും.
So these are the benefits of CRM. So നമുക്ക് CRMത്തിനെ പറ്റി ഒരു ഓവറോൾ ഐഡിയ കിട്ടിയിട്ടുണ്ട്. Then let's see CRM implementation. എന്താണ് CRM നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു? എങ്ങനെയൊക്കെ നമുക്ക് CRM ഇംപ്ലിമെൻറ്റ് ചെയ്യാം? Customer relationship management is the process of centralizing all communication between company and its customers. ഒരു കമ്പനിയും അതിൻ്റെ കസ്റ്റമേഴ്സും തമ്മിലുള്ള എല്ലാ കമ്മ്യൂണിക്കേഷനെയും സെൻട്രലൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് CRM എന്ന് പറയുന്നത്. This involves a CRM software with a feature that match your needs. നമ്മുടെ ആവശ്യങ്ങളുമായിട്ട് മാച്ച് ചെയ്യുന്ന അതായത് ഈ CRM ഇംപ്ലിമെൻറ്റേഷനിൽ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, CRM സോഫ്റ്റ്വെയർ. ഇതിൻ്റെ ഫീച്ചർ എന്ന് പറയുന്നത് നമ്മുടെ നീഡ്സുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടാവണം. These can include storing customer conversation, tracking leads you want to follow with and more. എന്താണ് ഇത്? കസ്റ്റമറുടെ കോൺവെർസേഷൻസ് സ്റ്റോർ ചെയ്യുന്നുണ്ട്, ട്രാക്കിംഗ് ലീഡ്സിനും ഫോളോ ചെയ്യുന്നുണ്ട്. Then it is not an app you need to maintain. It's a tool that power up your sales and customer support processes from start to finish. CRM എന്ന് പറയുന്നത് ഒരു ആപ്പ് അല്ല, അതൊരു ടൂളാണ്. സെയിൽസും അതുപോലെ തന്നെ കസ്റ്റമറിൻ്റെ സപ്പോർട്ട് പ്രോസസ്സും സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെയുള്ള പവറപ്പ് ചെയ്യുന്ന ഒരു ടൂളാണ് CRM എന്ന് പറയുന്നത്. ദെൻ ഗൈഡ് ലൈൻസ് ഓൺ ഇംപ്ലിമെൻറ്റിംഗ് എ CRM സിസ്റ്റം. ഒരു CRM സിസ്റ്റം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയാണ് ഇനി പറയുന്നത്. ഫസ്റ്റ് വൺ, നെസസിറ്റി അനാലിസിസ്. Making a strategic decision on what problem the CRM system is to address, what improvement or change it should bring in the business process of the organization. എന്താണ് ഒരു സ്ട്രാറ്റജിക് ഡെസിഷൻ എടുക്കുക CRM സിസ്റ്റത്തിലുള്ള പ്രോബ്ലത്തിനെ പറ്റി, പിന്നെ എന്ത് പ്രോബ്ലത്തിനെ പറ്റിയാണ് അത് അഡ്രസ്സ് ചെയ്യേണ്ടത്, പിന്നെ എന്ത് ഇംപ്രൂവ്മെൻറ്റ് അഥവാ ചേഞ്ചസ് ആണ് അത് ബിസിനസ് ഓർഗനൈസേഷനിൽ കൊണ്ടുവരേണ്ടത് മുതലായവയെ പറ്റി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്ട്രാറ്റജിക് ഡെസിഷൻ എടുക്കണം. ദെൻ ചൂസിങ് ആൻ അപ്രോപ്രിയേറ്റ് പ്രോജക്ട് മാനേജർ. എന്താണ് ഒരു അപ്രോപ്രിയേറ്റ് പ്രോജക്ട് മാനേജറെ നമ്മൾ ചൂസ് ഔട്ട് ചെയ്യണം. Typically, IT will be engaged. However, a manager with a customer service or sales and marketing focus should be involved, as the impact of project will be mainly on the business side. എന്താണ് അതിലൂടെ നമുക്ക് നമ്മുടെ IT സെക്ടർ നല്ല രീതിയിൽ എൻഗേജ് ചെയ്യിക്കാൻ പറ്റും. പിന്നെ കസ്റ്റമേഴ്സുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് കൊണ്ടുവരാനായിട്ടും ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാനായിട്ടും സഹായിക്കുന്നു. ദെൻ എൻഷുറിങ് എക്സിക്യൂട്ടീവ് നോൺ ഫിനാൻഷ്യൽ സ്പോൺസർഷിപ്പ് ആൻഡ് ടോപ്പ് മാനേജ്മെൻറ്റ് എക്സിക്യൂട്ടീവ്. എന്താണ് നോൺ ഫിനാൻഷ്യൽ സ്പോൺസർഷിപ്പിൻ്റെ എക്സിക്യൂട്ടീവും പിന്നെ ടോപ്പ് മാനേജ്മെൻറ്റ് സപ്പോർട്ടും ഒക്കെ എൻഷുർ ചെയ്യണം. ദെൻ എംപവറിംഗ് ടീം മെമ്പേഴ്സ് വിത്ത് റിക്വയർഡ് അതോറിറ്റി ടു കംപ്ലീറ്റ് ദ ടാസ്ക്. എന്താണ് ടീം മെമ്പേഴ്സിനെ എംപവർ ചെയ്യുക വിത്ത് ദ റിക്വയർഡ് അതോറിറ്റി ടു കംപ്ലീറ്റ് ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് റിക്വയർഡ് അതോറിറ്റി ടീം മെമ്പേഴ്സിനെ എന്ത് ചെയ്യണം, എംപവർ ചെയ്യണം. ദെൻ സെലക്ടിങ് ദ കറക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ പാർട്ട്ണർ. കറക്റ്റ് ആയിട്ടുള്ള ഇംപ്ലിമെൻറ്റേഷൻ പാർട്ട്ണറിനെ നമ്മൾ സെലക്ട് ചെയ്യുക. ദേ മസ്റ്റ് ഹാവ് അവർക്ക് എന്തുണ്ടാവണം, വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ബിസിനസ് നോളജ് ആസ് വെൽ ആസ് ടെക്നിക്കൽ എക്സ്പെർട്ടൈസ്. വെർട്ടിക്കലും ഹൊറിസോണ്ടലും ആയിട്ടുള്ള ബിസിനസ് നോളജും ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ അവർക്ക് ടെക്നിക്കൽ എക്സ്പെർട്ടൈസും ഉണ്ടായിരിക്കണം. ദെൻ ഡിഫൈനിങ് ഇൻഫ്രാസ്ട്രക്ചർ റിക്വയർഡ് വിച്ച് ഈസ് ഡയറക്ട്ലി റിലേറ്റിംഗ് ടു പ്രോജക്ട് സക്സസ് യൂസിങ് എ ഫേസ്ഡ് അപ്രോച്ച്. Working towards long-term enterprise scale implementation through a series of smaller phased implementation. ഇൻഫ്രാസ്ട്രക്ചറിനെ എന്ത് ചെയ്യണം, ഡിഫൈൻ ചെയ്യണം, അതും ഫേസ്ഡ് അപ്രോച്ച് യൂസ് ചെയ്തിട്ട്, വിച്ച് ഈസ് ഡയറക്ട്ലി റിലേറ്റിംഗ് ടു അത് പ്രോജക്റ്റിൻ്റെ സക്സസ്സുമായിട്ട് ഡയറക്ട്ലി റിലേറ്റഡ് ആണ്. വർക്കിംഗ് ടുവേർഡ്സ് ലോങ് ടേം എൻ്റർപ്രൈസ് സ്കെയിൽ ഇംപ്ലിമെൻറ്റേഷൻ ത്രൂ എ സീരീസ് ഓഫ് സ്മോളർ ഫേസ്ഡ് ഇംപ്ലിമെൻറ്റേഷൻ. എന്താണ് സ്മോളർ ഫേസിലെ ഇംപ്ലിമെൻറ്റേഷൻ്റെ സീരീസിലൂടെ ലോങ് ടേം ഗെയിൻ നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കണം. ദെൻ CRM implementation step. Let's see what are the steps involved in CRM implementation. Identify the need to have a CRM system. ഒരു CRM സിസ്റ്റം ആവശ്യകത എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. ദെൻ ഡിഫൈൻ ദ ഗോൾ പ്രോപ്പർലി. എന്താണ് ഗോള്, നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഗോള് കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യുക. ദെൻ ഗ്യാദർ ദ റിക്വയർഡ് ഡോക്യുമെൻറ്റ്സ്. ആവശ്യമുള്ള ഡേറ്റ എന്ത് ചെയ്യുക, ഗ്യാദർ ചെയ്യുക. ദെൻ ഫൈൻഡ് ഔട്ട് ദ വീക്ക് പോയിന്റ്സ്. എന്തൊക്കെയാണ് വീക്ക് പോയിന്റ്സ് എന്നുള്ളത് കണ്ടുപിടിക്കുക. ദെൻ പുട്ട് ഗുഡ് ബിസിനസ് പ്രാക്ടീസ് ബിഫോർ CRMത്തിന് മുന്നേ തന്നെ നല്ലൊരു ബിസിനസ് പ്രാക്ടീസ് ഓർഗനൈസേഷൻ ഫോളോ ചെയ്യണം. ദെൻ ഡ്രാഫ്റ്റ് എ കോൺഫിഗറേഷൻ പ്ലാൻ. ഒരു കോൺഫിഗറേഷൻ പ്ലാൻ നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്യുക. ദെൻ പ്ലാൻ എ സ്മൂത്ത് ഡേറ്റ ട്രാൻസ്ഫർ. എന്താണ് നല്ലൊരു ഡേറ്റ ട്രാൻസ്ഫർ നമ്മൾ പ്ലാൻ ചെയ്യുക. ലെറ്റ് എവ്രിവൺ ഷെയർ ദ സെയിം വിഷൻ. എല്ലാവരും ഓർഗനൈസേഷനിലുള്ള എല്ലാവരും ഒരേ വിഷൻ തന്നെ ഫോളോ ചെയ്യുക. ദെൻ
ടെസ്റ്റ് ഇറ്റ് ബിഫോർ ഇറ്റ് ഈസ് പുട്ട് ടു യൂസ്. എന്താണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുക, CRM ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് മുന്നേ അത് ടെസ്റ്റ് നടത്തുക. ലെറ്റ് ദ CRM ബി ലൈവ്. അതിനുശേഷം നമ്മൾ CRM ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ദീസ് ആർ ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ CRM ഇംപ്ലിമെൻറ്റേഷൻ. സോ നമ്മൾ ഇത്രയും നേരം CRM എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ ബെനിഫിറ്റ്സ്, ദെൻ CRM ഇംപ്ലിമെൻറ്റേഷൻ, അതുപോലെ തന്നെ അതിൻ്റെ ഗൈഡ് ലൈൻസും സ്റ്റെപ്പുകളും ഡിസ്കസ് ചെയ്തു. നൗ നമുക്ക് നമ്മുടെ ടോപ്പിക്, ഇന്നത്തെ പ്രസൻറ്റേഷൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് CRM ഇൻഫ്രാസ്ട്രക്ചർ ഡിസൈൻ ആൻഡ് പ്ലാനിംഗ് ആണ്. സോ വാട്ട് ആർ ദ ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് നീഡഡ് വൈൽ ഇംപ്ലിമെൻറ്റിംഗ് എ CRM? നമ്മളിപ്പോൾ CRM ഇംപ്ലിമെൻറ്റേഷൻ എന്താണെന്ന് മനസ്സിലാക്കി. അപ്പം ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് CRM ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത്. അപ്പം എന്തൊക്കെയാണ് ഇതിനകത്ത് വേണ്ടുന്ന CRM ഇംപ്ലിമെൻറ്റ് ചെയ്യാനായി ആവശ്യമുള്ള ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ്? ലെറ്റ്സ് സി. ഫസ്റ്റ് വൺ, സെർവർ ഇൻഫ്രാസ്ട്രക്ചർ. ദെൻ റിപ്പോർട്ടിംഗ് ഡിമാൻഡ്സ്. തേർഡ് വൺ, സെക്യൂരിറ്റി റിക്വയർമെൻറ്റ്സ്. ഫോർത്ത് വൺ, ഡെവലപ്മെൻറ്റ് സൈക്കിൾ എൻവയോൺമെൻറ്റ്. ഫിഫ്ത്ത് വൺ, സിംഗിൾ ഡെവലപ്മെൻറ്റ് സെർവർ എൻവയോൺമെൻറ്റ്. Sixth one, multiple server test environment. Seventh one, multi-tenancy. Then remote access. And finally, remote access security consideration. ഇനി നമുക്കിത് ഓരോന്നും എന്താണെന്ന് പറയാം. ഫസ്റ്റ് വൺ, സെർവർ ഇൻഫ്രാസ്ട്രക്ചർ. എന്താണ് സെർവർ ഇൻഫ്രാസ്ട്രക്ചർ? നമുക്കറിയാം, സെർവർ എന്ന് പറയുന്നത് ഒരു ഡേറ്റാ ബേസ് എന്ന് തന്നെ പറയാം. എല്ലാ ഡേറ്റാസും നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്? സെർവറിലാണ്. Server is a software capable of accepting a request from customers and giving response accordingly. സെർവർ എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ആണ്. അതിന് റിക്വസ്റ്റുകൾ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അക്സെപ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ അവർക്ക് റെസ്പോൺസ് തിരിച്ചു നൽകാനായിട്ട് സാധിക്കുന്നു. ദെൻ പ്ലാനിങ് ആൻഡ് ഡയഗ്രാമിംഗ് ദ സെർവേഴ്സ് ഇൻവോൾവ് ഇൻ അവർ CRM ഇംപ്ലിമെൻറ്റേഷൻ ഇസ് ഇൻ്റഗ്രൽ ടു ഡിപ്ലോയ്മെൻറ്റ്. എന്നാണ് സെർവേഴ്സ് ഏത് സെർവർ ഇൻവോൾവ് ചെയ്യണം എന്നുള്ളത് പ്ലാൻ ചെയ്യുകയും ഡയഗ്രാം ചെയ്യുകയും CRM ഇംപ്ലിമെൻറ്റേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. This may include new physical servers, virtualized servers, existing servers, or most likely a hybrid. എന്താണ് ഇതിനകത്ത് ഫിസിക്കൽ സെർവേഴ്സ് ഉണ്ടാകാം. ദെൻ വിർച്വലൈസ്ഡ് സെർവേഴ്സ്, ഇറ്റ് മീൻസ് ഒരുപാട് സെർവേഴ്സ് ഒരേ സമയം തന്നെ. ദെൻ എക്സിസ്റ്റിംഗ് സെർവേഴ്സ്, നിലവിലുള്ള സെർവേഴ്സും, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു ഹൈബ്രിഡ്. Your infrastructure may consist of servers performing multiple functions requiring an expansion of servers and farms based on projected load and performance expectation. എന്താണ് നമ്മുടെ സെർവർ എന്ന് പറയുന്നത് നമ്മുടെ ഓർഗനൈസേഷനിലെ പ്രോജക്റ്റ് ലോഡിനനുസരിച്ചായിരിക്കണം അതിൻ്റെ കപ്പാസിറ്റി നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഓർഗനൈസേഷൻ്റെ ലോഡിങ് അല്ലെങ്കിൽ അതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഡേറ്റ സ്റ്റോർ ചെയ്യേണ്ടത് വളരെ കൂടുതലാണെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന സെർവർ എന്ന് പറയുന്നതും അതിന് സ്യൂട്ടബിൾ ആയിരിക്കണം. ഈ പറയുന്ന ഏത് സെർവേഴ്സ് വേണമെങ്കിലും നമുക്ക് ഏതാണോ അതിന് ഏറ്റവും സ്യൂട്ടബിൾ അത് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. ഈ തന്നിരിക്കുന്ന പിക്ചർ എന്ന് പറയുന്നത് ഒരു വലിയൊരു കമ്പനിയുടെ സെർവറാണ്. ഇതിൽ നമുക്ക് ഒരുപാട് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ദെൻ സെക്കൻഡ് വൺ ഈസ് റിപ്പോർട്ടിംഗ് ഡിമാൻഡ്. Carefully monitoring the load and demand of SQL server, reporting performance improvement could be gained by deploying dedicated report service. എന്താണ് ഇപ്പം നമുക്കറിയാം CRM എന്ന് പറയുമ്പോൾ തന്നെ കസ്റ്റമറുമായിട്ടുള്ള ഒരു മാനേജ്മെൻ്റ് ആണ്. അപ്പം കസ്റ്റമേഴ്സുമായിട്ട് നമ്മളിവിടെ ഇൻ്ററാക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം കസ്റ്റമേഴ്സിന് അപ്പോൾ എന്തെങ്കിലും ക്വറീസ് എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്തെങ്കിലും വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് റിട്രീവ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പം അതിനു വേണ്ടിയാണ് നമ്മൾ SQL അതായത് സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ SQL യൂസ് ചെയ്യുമ്പം നമുക്ക് നമ്മുടെ ആ ഒരു കമ്പനിക്ക് കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരണം, അല്ലെങ്കിൽ നമ്മൾ ആ ക്വറീസ് എളുപ്പം തന്നെ ഫാസ്റ്റായിട്ട് തന്നെ ചെയ്യണം, റിട്രീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കതിനായി ഡെഡിക്കേറ്റഡ് റിപ്പോർട്ടിംഗ് സെർവേഴ്സ് ഡിപ്ലോയ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഈ ഡെഡിക്കേറ്റഡ് റിപ്പോർട്ട് സെർവേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് SQL യൂസ് ചെയ്ത് ഡേറ്റ എളുപ്പം തന്നെ റിട്രീവ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ദാറ്റ് ഈസ് റിപ്പോർട്ടിംഗ് ഡിമാൻഡ്. ദെൻ ഷെഡ്യൂളിംഗ് സ്നാപ്ഷോട്ട്സ്. ഹിയർ സ്നാപ്ഷോട്ട്സ് എന്ന് പറയുന്നത് നമുക്ക് റിയൽ ടൈമിൽ ആവശ്യമില്ലാത്ത റിപ്പോർട്ടുകളാണ്. പെർട്ടിക്കുലർലി റിപ്പോർട്ട് ദാറ്റ് ആർ നോട്ട് റിക്വയർഡ് ടു ബി റിയൽ ടൈമിൽ നമുക്കത് ആവശ്യമില്ല.
ഫോർ എക്സാമ്പിൾ ERP ഇൻറ്റഗ്രേറ്റഡ് റിപ്പോർട്ട് ഫോർ വിച്ച് ഡേറ്റ ഈസ് അപ്ഡേറ്റഡ് എവറി 24 hours. എല്ലാ 24 hours നമുക്ക് ERP ഇൻറ്റഗ്രേറ്റഡ് റിപ്പോർട്ടുകൾ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പം വേറൊരു എക്സാമ്പിൾ എടുക്കാം. അതായത് ഇപ്പം ഒരു ഓർഗനൈസേഷനിലുള്ള എംപ്ലോയീസ് ലീവ് എടുക്കുമ്പോൾ, ഇപ്പം നമ്മൾ ലീവ് എടുക്കുമ്പോൾ എന്തായിരിക്കും, ഓരോ ദിവസവും എത്ര ലീവുണ്ട് അങ്ങനെയല്ലല്ലോ നമ്മൾ നോക്കുന്നത്, ഒരു മാസം എത്ര ലീവുണ്ട് എന്നായിരിക്കും നോക്കുന്നത്. എന്നിട്ടായിരിക്കും നമ്മൾ അതൊരു പെർസെൻറ്റേജ് ബേസിൽ കാണുന്നത്. അല്ലാതെ ഒരു ദിവസം ഇത്ര പെർസെൻറ്റേജ് ലീവ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അപ്പം മാസത്തിൽ അല്ലെങ്കിൽ വീക്ക്ലി എത്ര ദിവസം ലീവ് ഉണ്ട് എന്ന് നമ്മൾ നോക്കും. അങ്ങനെ നമുക്ക് റിയൽ ടൈമിലല്ല, ഒന്നെങ്കിൽ മന്ത്ലി, വീക്ക്ലി, ഇയർലി, അങ്ങനെ നമുക്കൊരു ഡേറ്റ ആണെങ്കിൽ അതിനെ നമുക്ക് സ്നാപ്ഷോട്ട്സ് എന്ന് പറയാം. ഏതൊക്കെ സ്നാപ്ഷോട്ട്സ് ആണ് നമുക്ക് വേണ്ടത്, ഇപ്പം എംപ്ലോയീസിൻ്റെ കയ്യിൽ നിന്ന് ഏതൊക്കെ സ്നാപ്ഷോട്ട്സ് ആണ് വേണ്ടത് എന്നുള്ളത് തീരുമാനിക്കേണ്ടത് എംപ്ലോയീസ് അല്ല, കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഏതൊക്കെ സ്നാപ്ഷോട്ടാണ് വേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കണം. അപ്പം അത് തീരുമാനിക്കുമ്പോൾ ലിമിറ്റ്സ് ദ നമ്പർ ഓഫ് ഹിസ്റ്റോറിക്കൽ സ്നാപ്ഷോട്ട്, പഴയ സ്നാപ്ഷോട്ടൊക്കെ ആവശ്യമുള്ളത് മാത്രം നമ്മൾ സെലക്ട് ചെയ്യുക. എക്സാമിൻ ഇൻഎഫിഷ്യൻറ്റ് റിപ്പോർട്ട് ക്വറീസ് വിത്ത് SQL ക്വറി അനലൈസർ. എന്താണ് SQL ക്വറി അനലൈസർ യൂസ് ചെയ്തിട്ട് ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള റിപ്പോർട്ട്സ് ഒക്കെ എക്സാമിൻ ചെയ്യുക. ദെൻ എൻഷുർ പ്രീ ഫിൽറ്ററിംഗ് ഈസ് യൂസ്ഡ് ഓൺ ദ റിപ്പോർട്ട്സ് വിത്ത് ഡീഫോൾട്ട് ഫിൽറ്റേഴ്സ് സച്ച് ആസ് റേഞ്ച്. എന്നാണ് പ്രീ ഫിൽറ്ററിംഗ് നമ്മൾ റിപ്പോർട്ട്സിൽ യൂസ് ചെയ്തിട്ടുള്ളതെന്നുള്ളത് എൻഷുർ ചെയ്യുക. ദെൻ സെക്യൂരിറ്റി റിക്വയർമെൻറ്റ്സ്. ഇനി സെക്യൂരിറ്റി റിക്വയർമെൻറ്റ്സിനെ പറ്റി പറയാം. Planning and documenting security must include individual from stakeholders, IT management, database administration, network staff and development staff. Planning and documenting securityയിൽ, അതായത് സെക്യൂരിറ്റി പ്ലാറ്റ്ഫോം കൊണ്ടുവരുമ്പോൾ അവിടെ ആരൊക്കെ ഉണ്ട്, അതിനകത്ത് എന്തൊക്കെ ഉണ്ടാകും, ഇൻഡിവിജ്വൽ ഫ്രം സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ദെൻ IT മാനേജ്മെൻറ്റ്, ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേഷൻ, നെറ്റ്വർക്ക് സ്റ്റാഫ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഗ്രൂപ്പ്സ്, ഇവരൊക്കെ ആയിരിക്കും അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കുക. ഹിയർ എൻഷുർ ദ കംപ്ലീറ്റ് റിവ്യൂ ഫോർ ഓൾ ദീസ് കമ്പോണൻസ്. ഇനി പറയുന്ന കമ്പോണൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ആയിട്ട് സെക്യൂരിറ്റിയിൽ റിവ്യൂ ചെയ്തിട്ടുണ്ടാവണം. എന്തൊക്കെയാണ് ആ കമ്പോണൻസ്? ഫസ്റ്റ് വൺ, ഡൊമൈൻ ആൻഡ് ആക്റ്റീവ് ഡയറക്ടറി, ദെൻ SQL സെർവർ ആൻഡ് SQL റിപ്പോർട്ടിംഗ് സർവീസസ്, ദെൻ ഷെയർ പോയിന്റ്സ്, ദെൻ റിമോട്ട് ആക്സസ്, പോർട്ടൽസ് ആൻഡ് കസ്റ്റം പേജസ്, ഇൻ്റഗ്രേഷൻ ആൻഡ് മൈഗ്രേഷൻ, നെറ്റ്വർക്ക് സോൺസ് ആൻഡ് ഫർവേഴ്സ്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ടാവണം. ഇതിൽ ഈ കമ്പോണൻസ് ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് റിവ്യൂ ചെയ്യണം. അവിടെയാണ് സെക്യൂരിറ്റി ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്. ദെൻ ഡെവലപ്മെൻറ്റ് സൈക്കിൾ എൻവയോൺമെൻറ്റ്. എന്താണ് ഡെവലപ്മെൻറ്റ് സൈക്കിൾ എൻവയോൺമെൻറ്റ് എന്ന് നോക്കാം. Most organizations will want to continue configuring and customizing CRM as new requirements arise or as resources become available. അതായത് ഇപ്പം നമുക്കറിയാം, ബിസിനസ് എന്ന് പറയുന്നത് ഡേ ടു ഡേ അത് ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. ഓരോ ടൈം കഴിയും തോറും അതിന് വ്യത്യാസങ്ങൾ ഉണ്ടാകും. ഇത് തന്നെയാണ് CRMത്തിൻ്റെ കേസിലും. CRM എപ്പോൾ നമ്മൾ സെറ്റ് ചെയ്താലും അതിനകത്ത് പിന്നെയും ചേഞ്ചസ് വരുമ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം നമുക്ക് അവിടെ റിസോഴ്സസ് അവൈലബിൾ ആകുമ്പോൾ നമ്മൾ CRM അപ്ഡേറ്റ് ചെയ്യണം, കസ്റ്റമൈസ് ചെയ്യണം. These changes should be developed, tested and approved in non-production environment. എന്താണ് നമുക്കൊരു CRMത്തിൽ ഒരു ചേഞ്ച് വരുത്തിക്കണം, അല്ലെങ്കിൽ നമുക്കത് അപ്ഡേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചാടി കയറി പ്രൊഡക്ഷൻ എൻവയോൺമെൻറ്റിലല്ല നമ്മൾ ചേഞ്ചസ് വരുത്തേണ്ടത്. നോൺ പ്രൊഡക്ഷൻ എൻവയോൺമെൻറ്റിൽ വേണം നമ്മൾ ചേഞ്ച് കൊണ്ടുവരാൻ. അതായത് ഇപ്പം ഡയറക്റ്റ് എൻവയോൺമെൻറ്റിൽ നമ്മൾ ആ ഒരു ചേഞ്ചസ് കൊണ്ടുവരാതെ ആദ്യം നോൺ പ്രൊഡക്ഷൻ എൻവയോൺമെൻറ്റിൽ അത് ടെസ്റ്റ് ചെയ്ത് അപ്രൂവ് ചെയ്തതിന് ശേഷം മാത്രം പ്രൊഡക്ഷൻ എൻവയോൺമെൻറ്റിൽ കൊണ്ടുവരാവുള്ളൂ. ദെൻ 3 CRM deployments will provide an ideal development cycle of development, യൂസർ അക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് ആൻഡ് ഫൈനലി ടു പ്രൊഡക്ഷൻ. എന്താണ് 3 CRM ഡിപ്ലോയ്മെൻറ്റ്സ് ആണ് ഇതിന് വേണ്ടിയിട്ട്, അതായത് 3 ഓപ്ഷൻസ് ആണ് ഇതിന് വേണ്ടിയിട്ടുള്ളത്. നോൺ പ്രൊഡക്ഷൻ എൻവയോൺമെൻറ്റ് ടെസ്റ്റിനായിട്ട് 3 ഓപ്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്. അത് യൂസ് ചെയ്തതിന് അതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് പ്രൊഡക്ഷൻ എൻവയോൺമെൻറ്റിലേക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. This infrastructure also allows for testing of update rollups and patches not only for CRM but also related application. ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, ടെസ്റ്റിങ്ങിന് അലോ ചെയ്യുന്നുണ്ട് ഓഫ് അപ്ഡേറ്റ് റോളപ്സ് ആൻഡ് പാച്ചസ് നോട്ട് ഓൺലി ഫോർ CRM. അത് CRMത്തിന് വേണ്ടി മാത്രമല്ല, മറ്റ് ആപ്ലിക്കേഷൻസിലും നമുക്കിത് ആപ്ലിക്കബിൾ ആണ്.
സോ ഇനി നമുക്ക് പറയാനുള്ളത് ദ 3 CRM ഡിപ്ലോയ്മെൻറ്റ്സിനെ പറ്റിയാണ്. നമ്മൾ നോൺ പ്രൊഡക്ഷൻ എൻവയോൺമെൻറ്റിൽ വരുന്ന 3 ഡിപ്ലോയ്മെൻറ്റ്സിനെ പറ്റിയാണ് ഇനി നമുക്ക് പറയാനുള്ളത്. ഫസ്റ്റ് വൺ ഈസ് സിംഗിൾ ഡെവലപ്മെൻറ്റ് സെർവർ എൻവയോൺമെൻറ്റ്. എന്താണ് സിംഗിൾ ഡെവലപ്മെൻറ്റ് സെർവർ എൻവയോൺമെൻറ്റ്? ഫ്രം ദ നെയിം ഇറ്റ് സെൽഫ് നമുക്ക് മനസ്സിലാക്കാം, അവിടെ ഒരൊറ്റ സെർവറേ ഉള്ളൂ. This could meet the needs of many organizations, especially if the resources are minimal. Resources minimum ആണെങ്കിൽ മിനിമം ഉള്ള ഓർഗനൈസേഷൻസ് ആണ് ഇത് നമ്മൾ ഈ നീഡ്സ് മീറ്റ് ചെയ്യുന്നത്. All CRM server components are installed on a single development server. ഇവിടെ എല്ലാ CRM server componentsഉം ഒരു സിംഗിൾ ഡെവലപ്മെൻറ്റ് സെർവറിലാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. നമുക്കതൊരു പിക്ചറിലൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. അതായത് ഇവിടെ നമുക്ക് കാണാം, ഓൾറെഡി നമ്മൾ പറഞ്ഞു നോൺ പ്രൊഡക്ഷൻ എൻവയോൺമെൻറ്റിൽ നമ്മളൊരു ചേഞ്ചസ് CRMത്തിൽ നമ്മളൊരു ചേഞ്ച് വരുമ്പോൾ അത് ഓൾറെഡി നോൺ പ്രൊഡക്ഷൻ എൻവയോൺമെൻറ്റിൽ കൊണ്ടുവന്ന് പിന്നീടാണ് നമ്മൾ പ്രൊഡക്ഷൻ എൻവയോൺമെൻറ്റിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പം ആ നോൺ പ്രൊഡക്ഷൻ എൻവയോൺമെൻറ്റിൽ കൊണ്ടുവരുന്നതിന് ഇവിടെ ഒരു സിംഗിൾ ഡെവലപ്മെൻറ്റ് സെർവറിൽ ഒരൊറ്റ സെർവറേ ഉള്ളൂ. അതാണ് ഇവിടെ കാണിക്കുന്നത്. ഈ ഒരു സെർവറിൽ നമ്മൾ കൊണ്ടുവന്ന് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ സിംഗിൾ സെർവറിൽ നമ്മൾ കൊണ്ടുവന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്ത് അപ്രൂവ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ പ്രൊഡക്ഷൻ എൻവയോൺമെൻറ്റിലേക്ക് കൊണ്ടുവരുന്നു. ദാറ്റ് ഈസ് സിംഗിൾ ഡെവലപ്മെൻറ്റ് സെർവർ എൻവയോൺമെൻറ്റ്. ദെൻ മൾട്ടിപ്പിൾ സെർവർ ടെസ്റ്റ് എൻവയോൺമെൻറ്റ്. സിംഗിൾ ഡെവലപ്മെൻറ്റ് സെർവർ ടെസ്റ്റ് എൻവയോൺമെൻറ്റിൽ ഒരു സെർവർ ആണെങ്കിൽ ഇവിടെ ഒന്നിലധികം സെർവേഴ്സ്, 2 സെർവേഴ്സ് ആണ് ഉള്ളത്. To support a full development cycle, the configuration will require multiple servers. എന്താണ് ഒരു നല്ലൊരു ഫുൾ ഡെവലപ്മെൻറ്റ് സൈക്കിളിനെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ 2 സെർവേഴ്സ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സെർവേഴ്സ് ആവശ്യമാണ്. ദിസ് ലേഔട്ട് വിൽ ക്ലോസ്ലി മാച്ച് പ്രൊഡക്ഷൻ സോ ദാറ്റ് ടെസ്റ്റിംഗ് മേ ബി മോർ കംപ്ലീറ്റ് സച്ച് ആസ് കൺഫേമിംഗ് സെർവർ ടു സെർവർ സെക്യൂരിറ്റി. നമ്മളിപ്പം ഒരു സെർവറിൽ ടെസ്റ്റ് ചെയ്തതിന് പകരം ഒരു സെർവറിൽ നിന്ന് വേറൊരു സെർവറിലേക്ക് പോയി പിന്നീടാണ് പ്രൊഡക്ഷൻ എൻവയോൺമെൻറ്റിലേക്ക് പോകുന്നതെങ്കിൽ അത് കുറച്ചുകൂടെ കൂടുതലായിട്ടും സെക്യൂർഡ് ആയിരിക്കും. നമുക്കത് ഒരു പിക്ചറിലൂടെ മനസ്സിലാക്കാം. ഇവിടെ ആദ്യമേ നമ്മൾ നോൺ പ്രൊഡക്ഷൻ എൻവയോൺമെൻറ്റ് കൊണ്ടുവരുന്നത് ആദ്യത്തെ സെർവറിലാണ്, പിന്നീട് അത് രണ്ടാമത്തെ സെർവറിലേക്ക് പോകുന്നു. അതിനുശേഷം ഇത് രണ്ടിലും ടെസ്റ്റ് ചെയ്ത് അപ്രൂവ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ പ്രൊഡക്ഷൻ എൻവയോൺമെൻറ്റിലേക്ക് മൂവ് ചെയ്യുള്ളൂ. സോ ദാറ്റ് ഈസ് മൾട്ടിപ്പിൾ സെർവർ ടെസ്റ്റ് എൻവയോൺമെൻറ്റ്. ദെൻ മൂന്നാമത്തെ ഡിപ്ലോയ്മെൻ്റ് ആണ് മൾട്ടി ടെനൻസി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ സെയിം ആസ് മൾട്ടിപ്പിൾ സെർവർ പ്രൊഡക്ഷൻ എൻവയോൺമെൻറ്റ്. Multi-tenancy may be used not only for development and testing environment but also for additional requirements. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ മൾട്ടിപ്പിൾ പ്രൊഡക്ഷൻ സെർവറിൽ നമ്മളിപ്പം രണ്ട് മൾട്ടിപ്പിൾ സെർവേഴ്സിലൂടെ കടന്നു പോവുകയും ടെസ്റ്റ് ചെയ്യുകയും അപ്രൂവ് ചെയ്യുകയും ചെയ്യുന്ന പോലെ തന്നെ ഇവിടെയും ഉണ്ട്. പക്ഷേ അത് കൂടാതെ കുറച്ചുകൂടി കൂടുതൽ റിക്വയർമെൻറ്റ്സ് ഉണ്ട്. എന്തൊക്കെയാണ് ആ റിക്വയർമെൻറ്റ്സ്? ഡിസ്റ്റിങ്ഷൻ ഓഫ് ബിസിനസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് entities. ബിസിനസ് ഡിപ്പാർട്ട്മെൻറ്റ്സും എൻറ്റിറ്റീസും തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻ. ദെൻ ആൻ ഓൾട്ടർനേറ്റീവ് ടു ബിസിനസ് യൂണിറ്റ് ഹൈറാർക്കി. ബിസിനസ് യൂണിറ്റ് ഹൈറാർക്കിക്ക് ഒരു ഓൾട്ടർനേറ്റീവ്. ദെൻ ബെറ്റർ ഫിറ്റ് ഫോർ ചാലഞ്ചിങ് സെക്യൂരിറ്റി റിക്വയർമെൻറ്റ്സ്. ചാലഞ്ചിങ് സെക്യൂരിറ്റി റിക്വയർമെൻറ്റ്സിന് ഒരു നല്ലൊരു ഫിറ്റ് ആയിരിക്കും. പിന്നെ ഐസൊലേഷൻ ഓഫ് കസ്റ്റമൈസേഷൻ ആൻഡ് വോളിയം ഓഫ് ആക്ടിവിറ്റി. എന്താണ് കസ്റ്റമൈസേഷനും അതുപോലെ തന്നെ വോളിയം ഓഫ് ആക്ടിവിറ്റിയുടെയും ഐസൊലേഷൻ. സോ ഇങ്ങനെയുള്ള എക്സ്ട്രാ അഡീഷണൽ ആയിട്ടുള്ള ചില റിക്വയർമെൻറ്റ്സും കൂടെ വരുന്ന ഒരു ഡിപ്ലോയ്മെൻ്റ് ആണ് മൾട്ടി ടെനൻസി എന്ന് പറയുന്നത്. ദെൻ റിമോട്ട് ആക്സസ്. എന്താണ് റിമോട്ട് ആക്സസ്? ഇൻ ഓർഡർ ടു സപ്പോർട്ട് റിമോട്ട് ആൻഡ് മൊബൈൽ യൂസേഴ്സ് കൺസിഡർ ദീസ് 2 concepts. What technology will be implemented to support a remote access? Generally, this will be configured IFD or by leveraging an existing CRM ഓൾറെഡി ഇൻ പ്ലേസ് വിത്ത് ദ ഓർഗനൈസേഷൻ. എന്ത് ടെക്നോളജി ഇപ്പം നമുക്ക് ഈ ഒരു റിമോട്ട് ആൻഡ് മൊബൈൽ യൂസേഴ്സിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ 2 കോൺസെപ്റ്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യണം. അതിൽ ഫസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്ത് ടെക്നോളജിയാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, ഏത് സോഫ്റ്റ്വെയർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പം നമുക്കൊരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു വെബ് ക്യാമറ എടുക്കാം. നമുക്കിപ്പം ഇപ്പം നമ്മുടെ ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ ക്യാമറ സ്ഥാപിക്കാറുണ്ട്. അപ്പം ക്യാമറ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഇപ്പം ഉപയോഗിക്കുന്ന ആ ഒരു റിമോട്ട് ആക്സസ് എന്ന് പറയുന്നത് ക്യാമറയാണ്. എവിടെ ഇരുന്നാണെങ്കിലും അതിൻ്റെ മാനേജർക്ക് ആ ഒരു ക്യാമറ യൂസ് ചെയ്തിട്ട് എവിടെ ഫോണിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ നമുക്കത് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ this is the technology used here. Then device accessing data. This may be company provided laptops and smartphones as well as user on mobiles, tablets and personal computers.
For this instance, configuration and access points must be secured. എന്താണ് ഡിവൈസ് ആക്സസിങ് ഡേറ്റയാണ് വേറൊരു ഫീച്ചർ. അതായത് ഏതൊക്കെ ഡിവൈസസ് വഴി നമുക്ക് അവൈലബിൾ ആക്കാം. ഇപ്പം നമ്മൾ പറഞ്ഞു കമ്പ്യൂട്ടേഴ്സും അതുപോലെ തന്നെ ഫോണിലും ടാബ്ലറ്റിലും ഒക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഡേറ്റ ഇതിൻ്റെ ഓണർ അല്ലെങ്കിൽ മാനേജർ എവിടെ ഇരുന്നാണെങ്കിലും ഈ ഒരു മൊബൈലോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ ഒക്കെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എവിടെ ഇരുന്നാണെങ്കിലും ഏത് റിമോട്ടിലുള്ള ഇതും നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ഏതൊരു സ്ഥലവും നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ദാറ്റ് ഈസ് റിമോട്ട് ആക്സസ്. ദെൻ റിമോട്ട് ആക്സസ് സെക്യൂരിറ്റി കൺസിഡറേഷൻ എന്താണ്? അപ്പം റിമോട്ട് ആക്സസ് സെക്യൂരിറ്റി കൺസിഡറേഷൻ എന്ന് പറയുമ്പോൾ ക്ലെയിം ബേസ്ഡ് ഒതൻറ്റിക്കേഷൻ ഈസ് ബിൽഡ് വിത്ത് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾസ് ആൻഡ് വിൻഡോസ് ഐഡൻറ്റിറ്റി ഫൗണ്ടേഷൻ. ക്ലെയിം ബേസ്ഡ് ഒതൻറ്റിക്കേഷൻ നമ്മളിവിടെ ബിൽഡ് ചെയ്യുകയാണ് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് പ്രോട്ടോക്കോളും അതുപോലെ തന്നെ വിൻഡോസ് ഐഡൻറ്റിറ്റി ഫൗണ്ടേഷനിലും. ഇറ്റ് ഈസ് പോസിബിൾ ടു ബി യൂസ്ഡ് ഫോർ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ യൂസേഴ്സ് ആസ് വെൽ ആസ് യൂസർ ഫ്രം അതർ ഓർഗനൈസേഷൻ. ഇൻറ്റേർണൽ അതുപോലെ തന്നെ എക്സ്റ്റേർണൽ യൂസേഴ്സിനും ഇത് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ മറ്റു ഓർഗനൈസേഷനിലുള്ള ആളുകൾക്കും ഇത് യൂസ് ചെയ്യാം. സം ഓർഗനൈസേഷൻ മേ യൂട്ടിലൈസ് എക്സിസ്റ്റിംഗ് VPN കണക്ടിവിറ്റി മെത്തേഡ്സ്. എന്താണ് ചില ഓർഗനൈസേഷൻ അവിടെ നിലവിലുള്ള VPN കണക്ടിവിറ്റി മെത്തേഡുകളാണ് ഉപയോഗിക്കുന്നത്. റിക്വയർമെൻറ്റ്സ് മേ ബി ഫോർ ബിസിനസ് എൻറ്റിറ്റീസ് സച്ച് ആസ് those in banking industry falling under regulatory oversight of FINRA and may not be permitted to use IFD or organization in health industries. എന്താണ് ചില ഓർഗനൈസേഷൻ എന്ന് പറയുമ്പം അതിൻ്റെ നിലവിലുള്ള കണക്ടിവിറ്റി മെത്തേഡുകൾ മാത്രമേ ഉപയോഗിക്കുള്ളൂ. അവരെന്ത് ചെയ്യുന്നില്ല, അവരുടെ ബിസിനസ് എൻറ്റിറ്റീസിലുള്ള ഇപ്പം ബാങ്കിങ് പോലുള്ള മേഖലയിൽ അവരുടെ ഡേറ്റ എന്ന് പറയുന്നത് പുറത്തുള്ള ആൾക്കാർക്കൊന്നും കൊടുക്കില്ല, അവരുടെ ഡേറ്റയിൽ തന്നെ നിൽക്കുകയുള്ളൂ. സോ ദാറ്റ് ഈസ് റിമോട്ട് ആക്സസ് സെക്യൂരിറ്റി കൺസിഡറേഷൻ. അപ്പം ഇപ്പം നിലവിലുള്ള ആ ഒരു റിമോട്ട് ആക്സസിന് എന്ത് കൊടുക്കുകയാണ്, സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ ഒരു ഫെസിലിറ്റിയിൽ പറയുന്നത്. സോ these are the CRM infrastructural facilities used in implementing CRM. Hope you understand well. Thank you.